സർക്കാർ വിരുദ്ധ സമരങ്ങൾ വർദ്ധിച്ചതോടെ സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റിന് പൂട്ടിട്ട് സർക്കാർ. പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം തുറന്ന ഗേറ്റാണ് സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ പൂട്ടിയത്. സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്ദർശിക്കേണ്ട വകുപ്പുകളുടെ ശുപാർശയില്ലാതെ മാധ്യമപ്രവർത്തകർക്ക് ഇനി സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാനാകില്ല. ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ബന്ധപ്പെട്ട സർക്കാർ വിരുദ്ധ വാർത്തകൾ ശേഖരിക്കുന്നത് തടയാനാണ് സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം. LDF സർക്കാരിന്റെ മാധ്യമ നിയന്ത്രണങ്ങളെ വിമർശിച്ച UDF അധികാരത്തിലെത്തിയപ്പോൾ സമാന നിലപാടാണ് സ്വീകരിക്കുന്നത്. അധികാരത്തിലെത്തിയാൽ LDF സർക്കാർ വരുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കുമെന്നായിരുന്നു UDF നേതാക്കളുടെ വാഗ്ദാനം. ഇനി മുതൽ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന മാധ്യമപ്രവർത്തകർ ഗേറ്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ഏതു വകുപ്പിലേക്കാണെന്ന് വ്യക്തമാക്കണം. പിന്നാലെ കവാടത്തിന് സമീപം ഒരു മുറിയിലിരിക്കണം. തുടർന്ന് സുരക്ഷാ ജീവനക്കാർ പോകേണ്ട വകുപ്പിൽ ബന്ധപ്പെടും. അവിടെ നിന്നും അനുമതി ലഭിച്ചാൽ മാത്രമേ ഓഫീസിലേക്ക് കടത്തിവിടൂ. ചുരുക്കത്തിൽ ആരെ കാണാനാണ് വരുന്നതെന്നും എന്താണ് കാര്യമെന്നും സർക്കാർ നിരീക്ഷിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാകും കടത്തിവിടുക. സർക്കാർ വീഴ്ചകൾ ചോരുന്നത് തടയാനും വാർത്തകൾ നൽകുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്താനുമുള്ള ദുരുദ്ദേശമാണ് പുതിയ നിയന്ത്രണത്തിന് പിന്നിൽ. ഇതുകൂടാതെ ഇടക്കാലത്തെ അടച്ചിടലിന് ശേഷം തുറന്ന സമരഗേറ്റ് അടച്ചിട്ടുമുണ്ട്. സർക്കാരിനെതിരെ സമരങ്ങൾ സജീവമായതോടെയാണ് സമരഗേറ്റ് അടച്ചത്. പൊതുജനങ്ങളുടെ സൗകര്യം കണക്കിലെടുത്താണ് സമരഗേറ്റ് തുറന്നതെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും സമരങ്ങളുടെ എണ്ണം കൂടുന്നത് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും പൂട്ടുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കഴിഞ്ഞ LDF സർക്കാർ ഏർപ്പെടുത്തിയ സെക്രട്ടേറിയറ്റിലെ മാധ്യമ നിയന്ത്രണത്തെക്കുറിച്ചും ശക്തമായി പ്രതികരിച്ച UDF ആണ് ഇപ്പോൾ ഭരണപക്ഷത്ത്. 2 ആഴ്ച വേണ്ടി വന്നില്ല അവർക്ക് സെക്രട്ടേറിയറ്റിൽ സമാനമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ. മാധ്യമങ്ങൾക്ക് ഇളവുണ്ടാകുമെന്ന് മുൻപ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ് ഇനി ഇക്കാര്യത്തിൽ നിലപാട് പറയേണ്ടത്. അർജുൻ രാജ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.